ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖല ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ആണ് നിലവിലുള്ളത്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉള്ളത് സാമ്പത്തിക വിദഗ്ധ കൂടിയായ മേരി ജോർജാണ്. ടീച്ചറിൻ്റെ ഒരു വീഡിയോ അല്പം മുമ്പ് കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. അതായത് അതിൻ്റെ അകത്ത് ടീച്ചർ പറയുന്നത്, പണ്ട് വിമൻസ് കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പ്രമുഖ നടൻ അവിടെ വന്ന് വിദ്യാർത്ഥിനികളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുമായിരുന്നു അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട് അന്ന് എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് അതിപ്പോൾ പറയാനുള്ള ഒരു കാരണം എന്താണ്? അതായത് അങ്ങനെ സംഭവിച്ചിരുന്നതും കണ്ടത് ഞാനല്ല, മറ്റ് ടീച്ചേഴ്സാണ് കണ്ടത്. അവരാണ് ഈ അടുത്ത നാളിൽ ഈ ഹേമ കമ്മിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻ വന്ന സമയത്ത് എന്നോട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ച് തീർച്ചയായിട്ടും എൻ്റെ കണ്ണിലാണ് അത് പെട്ടിരുന്നതെങ്കിൽ ഞാൻ തന്നെ ഇൻ്റർഫിയർ ചെയ്യുമായിരുന്നു. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും വലിയ വില കൂടിയ ഒരു കാറ് വന്ന് പിന്നെ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുകയും അപ്പോഴേക്കും ഇങ്ങനെ ചില കുട്ടികൾ പോയി വണ്ടിക്കകത്ത് പോകും. അങ്ങനെ റെഗുലറായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി. കുട്ടികൾ പറഞ്ഞാണ് ടീച്ചേഴ്സ് അറിയുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് അത് വാച്ച് ചെയ്തപ്പം സത്യമാണ് ഇത് സംഭവിക്കുന്നുണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ നല്ലത് പ്രിൻസിപ്പൽ വഴി ഇടപെടുകയാണ് എന്ന് വിചാരിച്ച് പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അപ്പോൾ ആ പ്രിൻസിപ്പൽ പറഞ്ഞു, ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വാച്ചർമാരെ കൊണ്ട് നിരീക്ഷിച്ച് കാണും. അങ്ങനെ നിരീക്ഷിച്ച് കൃത്യമായിട്ട് വരുന്നത് ആരാണെന്നും പോകുന്ന കുട്ടികൾ ഏതൊക്കെയാണ് എന്നും ഒക്കെ അവർ മനസ്സിലാക്കി. അതൊരു വിമൻസ് കോളേജാണ്. ഒരു വിമൻസ് കോളേജിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതികാര ബുദ്ധിയോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അതിലും വളരെ ഗുരുതരമായിരിക്കാം. ഇതിപ്പോൾ മനസ്സായി പോകുന്ന കുട്ടികളാണ് ഇങ്ങനെ പോകുന്നത്. മറിച്ച് അല്ലാതെ തന്നെ ഒരു വലിയ അറ്റാക്ക് പോലെ കോളേജിനെ പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇത്തരക്കാർ. അപ്പോൾ ആ സംഘത്തെ പറ്റി വളരെ ടീച്ചറിന്, അന്ന് പ്രിൻസിപ്പലായിരുന്ന ടീച്ചറിന് തന്നെ ഒരു ഒട്ടും സുഖകരമായ വാർത്തകളല്ല കിട്ടിയത്. അവർ ടീച്ചേഴ്സിനെ വിളിച്ചു പറഞ്ഞു, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല, പറ്റുന്ന പോലെ ഞാനതിൽ പ്രതികരിക്കാൻ നോക്കി, പക്ഷേ അതുകൊണ്ട് പ്രയോജനം ചെയ്യില്ല എന്ന് ഉറപ്പായതുകൊണ്ട് നമുക്കത് വിടാം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഈ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടനോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനമാണോ? ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ സജീവമായിട്ട് ഉണ്ട്. സിനിമയുടെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു വയ്ക്കുമ്പോൾ പലരിലേക്കും സംശയം പോകും, അത് ആരാണ് എന്ന് തുറന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഞാൻ തുറന്നു പറയില്ല. നമ്മൾ പേരെന്തിനറിയണം? ഒരു പക്ഷേ പലരുടെയും സ്വഭാവം അറിയാവുന്ന പൊതുജനത്തിനും മനസ്സിലാകുമായിരിക്കും. ഇത്രയൊക്കെ സൂചകങ്ങൾ കിട്ടുമ്പോൾ ആരായിരിക്കാം ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ നടന്മാരും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതും ഒക്കെ നിങ്ങൾക്ക് ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ആ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.